Good morning, dear students. Our today's topic is Matchbox, a story written by Asha Puna Devi. And this story is taken from plus 2 English textbook. Look at the title, Matchbox, അഥവാ തീപ്പെട്ടി. ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? എന്തിനെക്കുറിച്ചായിരിക്കും ഈ സ്റ്റോറി എന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ദ മെയിൻ തീം ഓഫ് ദിസ് എൻറ്റയർ യൂണിറ്റ് ഇസ് വിമൻ എംപവർമെൻറ്റ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു പോയമാണ് നമ്മൾ മുൻപ് പഠിച്ചത് ലാസ്റ്റ് ക്ലാസ്സിൽ, എനി വുമൺ. ഇറ്റ് വാസ് അബൌട്ട് എ വുമൺ അല്ലെങ്കിൽ അബൌട്ട് എ മദർ. അതേപോലെ തന്നെ മാച്ച് ബോക്സ് ദ സ്റ്റോറി ഈസ് എ വുമൺ സെൻറ്റേർഡ് സ്റ്റോറി. ഒരു സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള ഒരു കഥയാണ് മാച്ച് ബോക്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീയും തീപ്പെട്ടിയും കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു കഥയ്ക്ക് എങ്ങനെയാണ് തീപ്പെട്ടി എന്ന് പേരിടാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്റ്റോറി. അതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ദ റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ. നോക്കാം. I always compare women to matchboxes. Why? Because of the way matchboxes are. Even though they have enough gunpowder to set 100 lankas aflame, they sit around meek and innocent. In the kitchen, in the pantry, in the bedroom, here, there, anywhere, women too are exactly the same. എന്താ മനസ്സിലായോ? ആശാപൂർണദേവി പറയുന്നു, ഞാൻ എല്ലായ്പ്പോഴും തീപ്പെട്ടിയെയും സ്ത്രീകളെയും കമ്പയർ ചെയ്യാറുണ്ട്. തീപ്പെട്ടിക്കും സ്ത്രീകൾക്കും പൊതുവായിട്ട് ചില കാര്യങ്ങളുണ്ട്. എന്താണ്? തീപ്പെട്ടി കണ്ടിട്ടില്ലേ? ചെറിയൊരു കുഞ്ഞു പെട്ടി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഗൺ പൗഡറാണ് അല്ലേ? ഒരു ചെറിയ തീപ്പെട്ടി ഒന്ന് ഉരസിയാൽ മതി വലിയൊരു തീപിടുത്തം ഉണ്ടാക്കാൻ. അങ്ങനെ കഴിവുള്ള അത്രയും പ്രഹരശേഷിയുള്ള ഒരുപാട് ഗൺ പൗഡർ അറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന തീപ്പെട്ടിക്കൊള്ളികളുള്ള തീപ്പെട്ടി. ഒരുപാട് ലങ്കാസിനെ എഫ്ലൈം ചെയ്യാൻ പറ്റും. ഒരുപാട് ലങ്കകളെ കത്തിക്കാൻ പറ്റുന്ന തീപ്പെട്ടിക്കൊള്ളിയാണ് ആ കൂട്ടിലുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഗർവ് അത് കാണിക്കാറുണ്ടോ? വളരെ ഇന്നസെൻ്റായിട്ട് വളരെ മീക്കായിട്ട് ഇരിക്കുകയാണ് തീപ്പെട്ടി. എവിടെ നമ്മൾ കിച്ചണിൽ വെച്ചാൽ അവിടെ ഇരിക്കും, വേറെ ബെഡ്റൂമിലോ എവിടെയാണോ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് അവിടെ വളരെ പാവമായിട്ട് ഇങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ സ്ത്രീകളും എന്നാണ് ആശാപൂർണ ദേവിയുടെ അഭിപ്രായം. സ്ത്രീകളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരുപാട് ഇന്നേറ്റ് പൊട്ടൻഷ്യൽസ് ഉണ്ടാവും, ഒരുപാട് എബിലിറ്റീസ് ഉണ്ടാവും. പക്ഷെ പലപ്പോഴും അവർ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാറാണ് പതിവ്. എല്ലാ സ്ത്രീകളെയും കുറിച്ചല്ല, ചിലരെങ്കിലും ഉണ്ട് നമുക്ക് ചുറ്റും. ഫാമിലി, ഹസ്ബൻഡ്, ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോവേണ്ടി വരുന്ന ഒരു മാച്ച് ബോക്സ് പോലെ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാനാവാതെ ഒതുങ്ങിപ്പോവേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഓതർ പറയുന്നത് വുമൻ ആർ ലൈക്ക് മാച്ച് ബോക്സസ് എന്ന്. You want an example? Then look carefully at that enormous 3-story house in front of us. Sunday morning. The washerman has come and is waiting. അപ്പോൾ എന്താണ്? സ്ത്രീകൾ മാച്ച് ബോക്സ് പോലെയാണെന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, അല്ലല്ലോ, വുമൻ ആർ ലിബറേറ്റഡ്, വുമൻ ആർ എംപവേർഡ്, നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്റ്റിൽ വൈ ആർ യു കമ്പയറിങ് മാച്ച് ബോക്സസ് ആൻഡ് വുമൻ എന്ന് ചോദിക്കുന്നവരുണ്ടാവും അല്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് വേണ്ടി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. ആ ഒരു എക്സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ ആശാപൂർണ ദേവി സെസ് അസ് ടു ലുക്ക് അറ്റ് ദ 3-storied ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. നോക്കൂ, ആ 3 നിലകളുള്ള വീട്ടിലേക്ക് നോക്കൂ എന്നാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാച്ച് ബോക്സ് പോലെ ഒതുങ്ങിക്കൂടിയ ഒരു സ്ത്രീയെ. ആൻഡ് ദ സ്റ്റോറി ഹാപ്പൻസ് ഇൻ എ സൺഡേ മോർണിംഗ്. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ആ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. വാഷർമാൻ വന്നു. അലക്കാനുള്ള ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വാഷർമാൻ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. മൊമെൻറ്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിത്സ് ഡർട്ടി ക്ലോസ് ടു ദ വാഷർമാൻ, നൊമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. അപ്പോൾ വാഷർമാന് അലക്കാൻ വന്ന ആൾക്ക് ഹസ്ബൻഡായ അജിത്തിൻ്റെ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കുകയാണ് നൊമിത. ഷീ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി, നൊമിത. അപ്പോൾ അവൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ അമ്മമാർ ചെയ്യുന്ന പോലെ തന്നെ ഡ്രസ്സ് മുഷിഞ്ഞത് എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പോക്കറ്റൊക്കെ തപ്പും അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. എന്തെങ്കിലും 5-10 കിട്ടിയാൽ കിട്ടിയത് ലാഭം.
അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല കടലാസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നൊമിത. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് envelope with his mouth torn and on the envelope നൊമിതാസ് നെയിം. അപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ നിന്ന് നൊമിതയ്ക്ക് ഒരു കത്ത് കിട്ടിയത്. അതാകെ ചുളുങ്ങിയിട്ടുണ്ട്, കീറിയിട്ടുണ്ട്, കത്ത് വായിക്കാൻ വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. ആ കത്തിൻ്റെ പുറത്ത് നൊമിതയുടെ പേരും എഴുതിയിട്ടുണ്ട്. അതായത് നൊമിതയ്ക്ക് വന്നിട്ടുള്ള ഒരു ലെറ്റർ ഹസ്ബൻഡ് പൊട്ടിച്ചെടുത്ത് വായിക്കുകയാണ്. A flame goes up top in all Nomida's nerves and veins. She drops the claws in her hand and sits on the bed to open the letter. The first thing she looks at is the date. Going by the date, the letter must have come about 3 days earlier. ആ ലെറ്റർ, സ്വന്തം പേര് എഴുതിയ ലെറ്റർ ഹസ്ബൻഡ് തുറന്ന് വായിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവളാകെ ഒരു തീ അവളുടെ ശരീരത്തിലൂടെ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി. അവൾക്ക് ആകെ ദേഷ്യം വന്നു. അവൾ ആ ഡ്രസ്സൊക്കെ അവിടെ ഇട്ടിട്ട് ബെഡിലിരുന്ന് കത്ത് തുറന്ന് വായിച്ചു. വായിക്കുന്നതിന് മുമ്പ് അവൾ ആദ്യം നോക്കിയത് ഡേറ്റാണ്. എന്നാണത് പോസ്റ്റ് ചെയ്തത് എന്നുള്ള ഡേറ്റ് അതിലുണ്ടാവുമല്ലോ. അത് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി ഇറ്റ് വാസ് 3 days earlier. 3 ദിവസം മുൻപ് വന്ന കത്താണ്. ഹസ്ബൻഡ് അത് വായിച്ചു, പക്ഷെ അവളോടൊന്നും പറഞ്ഞിട്ടില്ല ആ കത്തിനെ പറ്റി. She turns over the envelope and matches the postmark to the date. That too bears the same witness. Yes, the letter came 3 days ago. അവൾ ഒന്നുകൂടി കത്തിൻ്റെ കവറിൻ്റെ പുറത്ത് നോക്കി. അപ്പോൾ അവിടെയും ഡേറ്റ് ഉണ്ട്, സെയിം ഡേറ്റാണ്. 3 ദിവസം മുൻപ് വന്ന കത്താണെന്ന് അവൾ ഉറപ്പിച്ചു. Ajit has opened it and read it, then crumbled it and twisted it and dropped it into his pocket and left it there. Hasn't felt the need to mention it even once to Nomida. അജിത്ത് ആ കത്ത് വായിച്ചിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് ചുളിച്ചു മടക്കി പോക്കറ്റിൽ നിക്ഷേപിച്ചു. ഒരിക്കൽ പോലും ആ ലെറ്റർ നൊമിതയോട് പറയണം, ഇങ്ങനൊരു കത്ത് നിനക്ക് വന്നിരുന്നു എന്ന് പറയണമെന്ന് പോലും അയാൾക്ക് തോന്നിയിട്ടില്ല. The flame that had gone up top now burns steadily, hissing, sounding its note on each of her mind strings. ആ ദേഷ്യം അവളുടെ മനസ്സിലിങ്ങനെ കത്തിക്കാളാൻ തുടങ്ങി. അവൾക്ക് ദേഷ്യം അടക്കി വെക്കാൻ പറ്റിയില്ല. Do you find anything fault in this action of Ajit? എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ? വൈഫിന് വന്നൊരു കത്ത് ഹസ്ബൻഡ് പൊട്ടിച്ചു വായിച്ചു, വൈഫിനോട് അത് പറയാൻ മറന്നുപോയി. അത് അത്രയും സില്ലി ആയൊരു കാര്യമാണോ? എന്ത് തോന്നുന്നു? അതത്ര സില്ലി ആയൊരു കാര്യം അല്ല, അല്ലേ? ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫായിക്കോട്ടെ, ദേ ആർ 2 ഹ്യൂമൻ ബീയിങ്സ്, 2 പേഴ്സണാലിറ്റീസ്, അല്ലേ? 2 വ്യത്യസ്ത ആളുകളാണ്. അവർക്ക് ഇടയിലൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. നമ്മൾ ആരെയും കടത്തിവിടാത്ത, നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമ്മുടെ വൈഫായിക്കോട്ടെ, ആരെയും കടത്തിവിടാത്തൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവും ഓരോരുത്തർക്കും. അവിടെ നിന്നാണ് നമ്മുടെ പേഴ്സണൽ ലെറ്റേഴ്സൊക്കെ അവിടെയാണ്. അത് ഒരാൾക്കും മറ്റൊരാളുടെ പേഴ്സണൽ ലെറ്റർ തുറന്ന് വായിക്കാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡയറിയൊക്കെ, അതൊന്നും മറ്റൊരാൾക്ക് നമ്മുടെ അനുവാദമില്ലാതെ വായിക്കാൻ പറ്റില്ല, അല്ലേ? Because this incident is not a casual oversight, it is deliberate. മനഃപൂർവ്വം ചെയ്തതാണ് ഇത് അജിത്ത് എന്നുള്ളതും നൊമിതയ്ക്ക് മനസ്സിലായി. അജിത്ത് നേച്ചർ ഇസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അയാളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. Somehow he has gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. And whenever there is a letter with Nomida's name on the envelope, he opens and reads it first, and only then does he give it to her. It's possible that oftentimes he doesn't give it to her at all. At least that's the suspicion that has taken deep root in Nomida's mind. നൊമിതയും ഹസ്ബൻഡും ദേ ആർ പാർട്ട് ഓഫ് എ ജോയിൻറ്റ് ഫാമിലി. ഒരു കൂട്ടുകുടുംബത്തിലാണ് ജീവിക്കുന്നത്. അവിടുത്തെ അത്രയും മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ലെറ്റർ ബോക്സിൻ്റെ പൊസിഷൻ കിട്ടിയിട്ടുള്ളത് അജിത്തിനാണ്. അജിത്തിൻ്റെ കയ്യിലാണ് ലെറ്റർ ബോക്സ് വരുന്നത്. അപ്പോൾ സാധാരണ എപ്പോൾ നൊമിതയ്ക്കൊരു കത്ത് വന്നാലും അയാളത് വായിക്കാറുണ്ട്. വായിച്ചതിന് ശേഷമാണ് അയാൾ അവൾക്ക് കൊടുക്കാറുള്ളൂ. ചിലപ്പോഴൊക്കെ അയാൾ കൊടുക്കാറും ഉണ്ടാവില്ല എന്ന് അവൾക്ക് തോന്നിയിപ്പോൾ. ഇതുപോലെ എത്രയോ തവണ അവൾക്ക് വന്ന ലെറ്റർ അയാൾ പൊട്ടിച്ച് വായിച്ച് ചുളിച്ച് മടക്കി നശിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളതും അവൾക്ക് തോന്നി. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious, still
സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോണ്ട് ഗോ. ഇത്രയും കാലം ഒരുപാട് നാളായിട്ട് അജിത്ത് നമിതയുടെ കത്തുകൾ പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അതിൽ സംശയിക്കത്തക്കതായിട്ട് അയാൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നാലും അയാളുടെ ഈ ഒരു അഗ്ലി ഹാബിറ്റ്, ഈ ഒരു വൃത്തികെട്ട സ്വഭാവം തുടർന്നുകൊണ്ടേയിരുന്നു. അതൊരിക്കലും അയാളെ വിട്ടു പോവില്ല. നോട്ട് വിത്ത് നോമിതാസ് ആങ്കർ, നോട്ട് വിത്ത് ഹർ ടേക്കിംഗ് ഒഫൻസ്, നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, ഹർ ട്രൈങ് ടു ഷെയിം ഹിം, സർക്കാസം, നോട്ട് വിത്ത് എനിത്തിങ്. നമിത എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അജിത്തിൻ്റെ ഈ ഒരു സ്വഭാവം മാത്രം അയാളെ വിട്ടു പോയില്ല. നമിത ദേഷ്യപ്പെട്ടു നോക്കി, പ്രതിരോധിച്ചു നോക്കി, ശകാരിച്ചു നോക്കി, കളിയാക്കി നോക്കി, ഒക്കെ ചെയ്തു നോക്കി. പക്ഷെ എന്ത് ചെയ്തിട്ടും അയാൾ ഈ സ്വഭാവം മാത്രം നിർത്തിയില്ല. ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ്, ഫസ്റ്റ് he tries to laugh it away, and if laughter doesn't get him out of deep water, he scolds her. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമിത ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അയാൾ ചിരിച്ച് തള്ളാൻ നോക്കും. അതിലൊന്നും കാര്യമില്ല, വൈഫിന് വന്ന ലെറ്റർ അല്ലേ, അത് ഹസ്ബൻഡിന് വായിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു തമാശയാക്കി എടുക്കും. അതിലും അവൾ അടങ്ങിയില്ലെങ്കിൽ പിന്നെ അയാൾ അവളെ ചീത്ത പറയും. She sits perfectly still for a minute and reads the letter through. It's nothing much, a letter from Nomida's mother. അതൊക്കെ ചിന്തിച്ച് അവളൊന്ന് സ്റ്റഡി ആയിട്ടിരുന്നു. എന്നിട്ട് കത്ത് വായിച്ചു. കത്ത് ആരെ എഴുതിയതാണ്? ഇറ്റ് വാസ് ഫ്രം നോമിതാസ് മദർ. അവളുടെ അമ്മ എഴുതിയിട്ടുള്ളൊരു കത്തായിരുന്നു അത്. ഇറ്റ്സ് ഹർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. The good woman has once again placed on the record the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked, and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she doesn't dread that eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted, therefore, etc., etc. അപ്പോൾ ആസ് യൂഷ്വൽ ഒരു കത്താണത്. അമ്മ എല്ലാ തവണയും എഴുതുന്ന പോലെ തന്നെ ഒക്കെയുള്ള ഒരു കത്തായിരുന്നു അന്നും വന്നത്. എന്താണ് കത്തിൽ പറയുന്നത്? അമ്മയുടെ സ്ഥിരം പരാതികൾ, അവരുടെ ഒരുപാട് ഹാർഡ്ഷിപ്സ്, ഒരുപാട് കഷ്ടപ്പാടുകൾ, കംപ്ലൈൻറ്റുകൾ, മിസ്ഫോർച്യൂൺ, നിർഭാഗ്യങ്ങൾ, ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് അവരുടെ നിർഭാഗ്യങ്ങൾ? ദ സീലിംഗ് ഓവർ ഹർ റൂം ഇസ് ക്രാക്ക്ഡ് ആൻഡ് ദ റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. അവരുടെ റൂമിൻ്റെ സീലിംഗ് ഒക്കെ ക്രാക്ക്ഡ് ആയിട്ടുണ്ട്, വിണ്ട് കീറിയിട്ടുണ്ട്. അതിലൂടെ മഴവെള്ളം റൂമിൻ്റെ ഉള്ളിലേക്ക് ചെറിയ അരുവികൾ പോലെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ടില്ലെങ്കിൽ ആ റൂഫ് പൊളിഞ്ഞ് വീണിട്ട് അവർ മരിച്ചു പോകും. ഇതൊക്കെയാണ് അവരുടെ പരാതികൾ. പിന്നെ അവരൊരു കാര്യം പറയാൻ മറന്നില്ല. എന്താണ്? ഹർ ഡോട്ടർ ഇസ് എ ക്യൂൻ. എൻ്റെ മകളൊരു ക്യൂനാണ്, ഒരു രാജ്ഞിയാണ്. മരുമകൻ വളരെ നല്ല സ്വഭാവമുള്ള, വളരെ വിശാല മനസ്കനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അതുകൊണ്ട് പറയാതെ പറഞ്ഞത് എന്താണ്? അതുകൊണ്ട് ഈ കേടായ കാര്യങ്ങളൊക്കെ നന്നാക്കാൻ അവർ ക്യാഷ് അയച്ചു തരും. ഇതാണ് അവർക്ക് വേണ്ടത്. An indigent widow without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter, and she has been finding such opportunities all along. ഇനി നമിതയുടെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ഷി വാസ് എ വിഡോ. ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു വിഡോ ആണ് അവർ. ഒരു വിധവയാണ്. ഒരു മകനും ഇല്ല. പക്ഷേ അവർക്ക് സ്വന്തം മകളെ ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പറ്റി. ഓൺലി ബിക്കോസ് ഓഫ് ഹർ ബ്യൂട്ടി. മകൾ സുന്ദരിയായിരുന്നു, അതുകൊണ്ട് മാത്രം. എല്ലായ്പ്പോഴും അവരിങ്ങനെ മരുമകനോട് പൈസ കടം ചോദിച്ചുകൊണ്ടേയിരുന്നു, ഓരോ കാര്യം പറഞ്ഞുകൊണ്ടേ. ചെറിയ ചെറിയ അവസരങ്ങൾ പോലും അവരൊഴിവാക്കിയില്ല. അവർക്കതിൽ നല്ല സ്കില്ലും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട്, പൈസ കടം വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസ് അവരുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, "Why bother to read that? I'll go and fill out a money order form." ഓരോ തവണ നമിതയുടെ അമ്മയുടെ കത്ത് കാണുമ്പോഴും അജിത്ത് പറയും, അത് വായിക്കണ്ട, അത് വായിച്ച് മെനക്കെടണ്ട. ഓഫ് കോഴ്സ് ഐ നോ ഷീ ഈസ് ഡിമാൻഡിങ് മണി ഫ്രം മീ. തീർച്ചയായും അമ്മ എൻ്റെ കയ്യിൽ നിന്ന് പൈസക്ക് വേണ്ടിയിട്ടാണ്
എഴുതിയിട്ടുണ്ടാവുക, അതുകൊണ്ട് നീ വായിച്ചു ബുദ്ധിമുട്ടണ്ട, ഞാൻ പോയിട്ടൊരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്തോളാം. Nomida's head hangs low with the shame and the insult of it. So, some time ago, out of anger and grief, Nomida forbade her mother from writing to her on postcards. She thought that from then on she would try to send her a little money, whatever she could pull together, in secret. ഓരോ തവണ അജിത്ത് ഇങ്ങനെ പറയുമ്പോഴും അപമാന ഭാരത്താൽ നൊമിതയുടെ കഴുത്ത് തല താഴും. ഓരോ പ്രാവശ്യവും അമ്മ കാരണം നൊമിതയ്ക്ക് ഭർത്താവിൻ്റെ മുന്നിൽ ഇൻസൾട്ടഡായിട്ട് തല താഴ്ത്തേണ്ടി വന്നു. അപ്പോൾ അവൾ അമ്മയോട് പറയും, ഇനി ഇങ്ങനെ പോസ്റ്റ് കാർഡിൽ എഴുതരുത്. ഷി തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷി വുഡ് ട്രൈ ടു സെൻഡ് ഹർ എ ലിറ്റിൽ മണി. ഞാൻ തന്നെ നിങ്ങൾക്ക് പൈസ അയച്ചോളാം, ഇങ്ങനെ ചോദിക്കണ്ട, സീക്രട്ടായിട്ട് ഞാൻ അയച്ചോളാം എന്നൊക്കെ അവൾ അമ്മയെ അറിയിക്കും. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. സഡൻലി നൊമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹർ മദർ. നൊമിതയ്ക്ക് ഈ കത്ത് വായിച്ചപ്പോൾ അമ്മയോടും ദേഷ്യം തോന്നി. വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തിനാണ് അമ്മ ഇങ്ങനെ യാചിച്ചു കൊണ്ടേയിരിക്കുന്നത്? വൈ വോണ്ട് ഷീ ലെറ്റ് നൊമിത കീപ് ഹർ സെൽഫ് റെസ്പെക്ട്, ഹർ ഡിഗ്നിറ്റി? നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹർ മദർ ക്ലിയർലി, ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അമ്മ ഇങ്ങനെ ചെയ്യുന്നത് കാരണം അവൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ്, അവൾക്ക് അവളിൽ തന്നെയുള്ളൊരു റെസ്പെക്റ്റ് നഷ്ടപ്പെടുകയാണ്. അവളുടെ ഡിഗ്നിറ്റി, അവളുടെ ഒരു മഹത്വം, ഇതൊന്നും അവൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ മുന്നിൽ, ബിക്കോസ് ഓഫ് ഹർ മദർ. അതുകൊണ്ട് അവൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ്? ഇപ്രാവശ്യത്തോടെ നിർത്തുകയാണ് അമ്മയ്ക്കുള്ള പൈസ കൊടുക്കൽ. ഇനി ഞാൻ അമ്മയ്ക്ക് വളരെ ക്ലിയർ ആയിട്ട് എഴുതാൻ പോവാണ്, ഇനി ഇത് ചെയ്യാൻ പറ്റില്ല, ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ യാതൊരു സഹായവും പ്രതീക്ഷിക്കരുത് എന്ന് അമ്മയോട് ഞാൻ പറയാൻ പോവുകയാണ്. ഇത് നോമിത വളരെ ക്ലിയർ ആയിട്ടൊരു ഡിസിഷൻ എടുത്തു. Right then, Ajit steps into the room after finishing his leisurely Sunday bath. Nomida's sharp indignation at the insult, simmering all this while, seems to want to dash itself violently against him. Nomida roars out, "When did this letter arrive?" കുറച്ച് കഴിഞ്ഞതിന് ശേഷം അജിത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അജിത്തിനെ കണ്ടപ്പോൾ നൊമിതയ്ക്ക് ഒന്നുകൂടി ദേഷ്യം വന്നു. അവൾക്ക് അയാളോട് ഇതൊക്കെ ചോദിച്ചേ തീരൂ എന്നായി. അവൾ ചോദിച്ചു, എപ്പോഴാണ് ഈ കത്ത് വന്നത്? അജിത്ത് ഗ്ലാൻസസ് അറ്റ് ഹർ ഒബ്ലീക്ലി, എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് error. Another handful of cash for this, he had thought, and decided not to give the letter to Nomida. He was going to tear it up and throw it away. He has made a big mistake. അപ്പോഴാണ്, ആ ലെറ്റർ കണ്ടപ്പോഴാണ് അജിത്തിന് താൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് ഓർമ്മ വന്നത്. കത്ത് കണ്ടു, വായിച്ചു, വീണ്ടും പൈസ ചോദിച്ചുകൊണ്ടുള്ള എഴുത്താണെന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോൾ പൈസ അയക്കാനാവില്ല എന്ന് കരുതിയിട്ടാണ് അയാൾ ആ കത്ത് നൊമിതയെ കാണിക്കാതിരുന്നത്. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം കീറിക്കളയണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മിസ്റ്റേക്കൺലി അയാൾ അത് അയാളുടെ പോക്കറ്റിൽ തന്നെ വെച്ചു. Note that Ajit is going to feel abashed about that. As though trying hard to remember, he says, "Letter? What letter? Oh, yes. Indeed, there was a letter from your mother. I just hadn't got around to giving it to you." പക്ഷേ ഇതൊന്നും നൊമിതയുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അയാൾ ചോദിച്ചു, അറിയാത്ത പോലെ ചോദിച്ചു, ലെറ്ററോ? എന്ത് ലെറ്റർ? യെസ്, നിൻ്റെ അമ്മയുടെ ഒരു കത്ത് വന്നിരുന്നു, ഞാനത് നിനക്ക് തരാനിരിക്കുകയായിരുന്നു, പക്ഷേ ഐ ഫൊഗോട്ട്. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it? എന്തുകൊണ്ടത് നിങ്ങൾ എനിക്ക് തരാഞ്ഞത്? പറയൂ. What a nuisance, Ajit says. I've forgotten. Why else? ഞാൻ മറന്നുപോയി, അല്ല എന്താ? എന്തൊരു ശല്യമാണിത്. Liar. നൊമിത hisses like a snake. ഒരു പാമ്പിനെ പോലെ ഹിസ് ചെയ്തുകൊണ്ട് നൊമിത പറഞ്ഞു, ലയർ, കള്ളം പറയുന്നു, കള്ളൻ, നുണയൻ. Why are you saying whatever comes to your mouth? Don't people forget? No, they don't. Why did you open my letter? നീ എന്താണ് ഇങ്ങനെ നിൻ്റെ വായിലേക്ക് വരുന്നതൊക്കെ വിളിച്ചു പോകുന്നത്? ആളുകൾ മറക്കില്ലേ? സാധാരണ ആളുകളൊന്നും മറക്കാറില്ലേ? ഇല്ല, ആളുകൾ മറക്കില്ല. നീ പറയൂ, നിങ്ങൾ എന്തിനാണ് എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തത്? This charge Ajit tries to scatter to the winds. What if I opened it? My own wife's letter. എന്താ, ഞാനത് ഓപ്പൺ ചെയ്തതിൽ എന്താ? എൻ്റെ ഭാര്യയുടെ ലെറ്റർ അല്ലേ? Be quiet, I tell you. For what reason should you open my letters? Haven't I told you 1,000 times not to? എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തത്? നിങ്ങളോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്യരുതെന്ന്?
Ajit doesn't fear Nomida's anger. He fears a raw. So he smiles an affected smile and says, if you're forbidding it, then it's a definite something. Shouldn't I make sure that no one is passing you love letters in secret? Stop it. What a common vulgar man you are. അപ്പോൾ അജിത്തിന് നോമിതയുടെ ദേഷ്യത്തെ പേടിയില്ല, പക്ഷേ അവളൊരു വഴക്കുണ്ടാക്കുന്നതിന് അയാൾക്ക് പേടിയായിരുന്നു. അവളൊരു വഴക്കുണ്ടാക്കുമോ എന്ന് ഭയന്നിട്ട് അയാൾ അത് സന്ദർഭം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി ഞാൻ ചെക്ക് ചെയ്യണ്ടേ. അത് കേട്ടപ്പോൾ നോമിതയുടെ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. എന്തൊരു വൾഗറായിട്ടുള്ള എന്തൊരു മനുഷ്യനാണ്, വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ. ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്കർ. ഇതും കൂടി കേട്ടപ്പോൾ അജിത്തിന് അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഫേക്കായിട്ടുള്ള പുഞ്ചിരി അവിടെ തന്നെ വെക്കാൻ പറ്റിയില്ല. അതുവരെ ഹി വാസ് ആക്ടിങ് അല്ലേ, നൊമിതയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചിരിക്കുന്ന പോലെ കാണിക്കായിരുന്നു. ഇതും കൂടി കേട്ടപ്പോൾ അയാൾക്ക് ഇനി അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി. നൗ ഹീ ടു പിക്സ് അപ്പ് ദ പോയിസൺ നൈഫ്. ഹി സസ്, ഇസ് ദാറ്റ് സോ? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen, and so, shut up, Nomida yells. ഇതും കൂടി കേട്ടപ്പോൾ അയാൾക്ക് പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. ഹീ ടു ടുക്ക് ഹിസ് പോയിസൺ നൈഫ്. അയാളും അയാളുടെ ആ വിഷം പുരണ്ട കത്തി എടുത്തു. എന്താണ് ഇവിടെ വിഷം പുരണ്ട കത്തി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? വിഷം പുരണ്ട കത്തി എന്ന് പറഞ്ഞത് നാവിനെയാണ്. അതായത് അജിത്തും തിരിച്ച് മറുപടി പറയാൻ തുടങ്ങി. അജിത്ത് പറഞ്ഞു, എന്താണ്, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ദിവസം മുഴുവൻ സ്വന്തം മരുമകനെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു അമ്മ, ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ. അവരാണിപ്പോൾ ഹൈ ക്ലാസ് പീപ്പിൾ. ഒരു ചാണകം വാരിയുടെ ഒരു ഡങ് പിക്കറിൻ്റെ ഡോട്ടർ ഒരു രാജ്ഞിയായിട്ട് ഇവിടെ കഴിയുകയും ചെയ്യുന്നു. ഹി ഇൻസൾട്ടഡ് നോമിത. നോമിതക്ക് അപ്പോൾ ദേഷ്യം കൂടി വന്നു. ഷട്ടപ്പ്. Their rooms is on the third floor. That is a blessing. Otherwise, with that scream, everyone would have come to look. അവരുടെ റൂം മൂന്നാമത്തെ നിലയിലാണ്. അതൊരു അനുഗ്രഹമായി. അല്ലെങ്കിൽ നോമിതയുടെ ആ അലർച്ചയിൽ എല്ലാവരും വന്ന് നോക്കിയേനെ. നമ്മൾ നേരത്തെ പറഞ്ഞു അതൊരു ജോയിൻറ്റ് ഫാമിലി ആണെന്ന് കൂടി. അപ്പോൾ നോമിത ആ ശബ്ദം ഉണ്ടാക്കിയത് എല്ലാവരും കേട്ടേനെ. പക്ഷെ ഇത് തേർഡ് ഫ്ലോറിലാണ് റൂം എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഷട്ടപ്പ്, അജിത് റോഡ്സ് ഔട്ട്. വാട്ട് ഷട്ടപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വോണ്ട്. What I please. What will you do? Can you do anything? ഷട്ടപ്പ് എന്നോ, എന്നോട് മിണ്ടാതിരിക്കാനോ? നീ എന്ത് ചെയ്യും? ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താണോ അത് ഞാൻ ചെയ്യും. നീ എന്താ ചെയ്യുക? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? I can't do anything. Almost panting, Nomida pronounces each word clearly. You want to see if I can do anything? പറ്റില്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? നോമിത കിതക്കാണ്, ദേഷ്യം കൊണ്ട് കിതച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് കാണണോ എനിക്കെന്താ ചെയ്യാൻ പറ്റാന്നുള്ളത്? ഡു യു വോണ്ട് ടു സീ? ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഈസ് എസ്റ്റോണിഷിംഗ്. ഷീ ഗ്രാബ്സ് അജിത്'s match box that is lying near his cigarettes on the table and she lights a matchstick and touches it to her saree. പെട്ടെന്ന് തന്നെ അവളൊരു കാര്യം ചെയ്തു. എന്താണ്? അജിത്തിൻ്റെ സിഗരറ്റ് ബോക്സിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ മാച്ച് ബോക്സ് എടുത്തിട്ട് അവളുടെ സാരിക്ക് തീ കൊടുത്തു. Instantly it flares up, the very fine ankle of a wealthy wife's saree. അവളുടെ സാരി അപ്പം തന്നെ കത്തി. The very next instant, Ajit, have you gone mad? He says, and jumps to her side and grabs the burning patch and slaps it between his hands and puts out the fire. നിനക്കെന്നൊരു വട്ടായിപ്പോയോ, ഭ്രാന്തായോ എന്ന് ചോദിച്ചുകൊണ്ട് അജിത്ത് അവളുടെ നേരെ ചാടി ആ കത്തുന്ന തീ അവൻ്റെ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ട് തീ അണച്ചു. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത്, നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ്. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നൊമിതാസ് ഫേസ്. സീസ് എ ഫയർ ബേണിംഗ് ദ ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. ഇപ്പോൾ അജിത്തും ഒന്ന് പേടിച്ചു. അവൻ പേടിയോടുകൂടി നൊമിതയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്തും ഒരു തീ എരിയുന്ന പോലെ അവന് തോന്നി. He doesn't have the courage to put out that fire by slapping it between his hands. So he tries to pour water on it. With great difficulty, he attempts to speak normally. You lose all common sense when you get angry, don't you? A woman and such anger. Oof. ഇപ്പോൾ സാരിയിൽ പിടിച്ച തീ അയാൾ പെട്ടെന്ന് അണച്ചെങ്കിലും നോമിതയുടെ മുഖത്ത് കണ്ട ആ തീ കെടുത്താൻ അയാൾക്ക് ധൈര്യം ഉണ്ടായില്ല.
അതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ അവൻ തീരുമാനിച്ചു. കയ്യിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ആ തീ കെടുത്താനുള്ള ധൈര്യം അയാൾക്കില്ല. അതുകൊണ്ട് അവളുടെ മനസ്സിലേറ്റ ആ ഒരു തീ കെടുത്താൻ അയാൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ തീരുമാനിച്ചു. വെള്ളം ഒഴിക്കാന്ന് വെച്ചാൽ എന്താ, തലയിലൂടെ ഒരു കുടം വെള്ളം കമഴ്ത്താണോ? അല്ല, അവളുടെ മനസ്സൊന്ന് ശാന്തമാക്കാൻ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ച് നോർമലായിട്ട് ചോദിച്ചു, ദേഷ്യം വന്നാൽ എന്തൊക്കെയാ ചെയ്യാന്നുള്ളത് നിനക്ക് അറിയില്ലല്ലേ? ദേഷ്യം വന്നാൽ നിനക്ക് നിൻ്റെ കോമൺ സെൻസ് നഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഒരു സ്ത്രീക്ക് ഇത്രയും ദേഷ്യമോ? ഓഫ്. Who knows what Nomida would have said next, but right then her niece Rini steps into the room. നൊമിത അതിന് മറുപടി എന്താ പറയാന്നുള്ളത് അറിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അവരുടെ നീസായിട്ടുള്ള റിനി റൂമിലേക്ക് വന്നു. ഇമ്മീഡിയറ്റ്ലി ഷീ സസ് പിയേഴ്സിംഗ്ലി, സോ കുരിമ, ഹൗ മച്ച് ലോങ്കർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഗീവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. അപ്പോൾ എന്തിനാണ് റിനി വന്നിട്ടുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു വാഷർമാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അയാൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി തപ്പിയപ്പോഴാണ് ലെറ്റർ കിട്ടിയതും അതിൻ്റെ പിന്നിൽ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായതും. അപ്പോൾ റിനി വന്നിട്ട് ചോദിക്കുകയാണ്, എത്ര സമയമാണ് ആ വാഷർമാനെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? അലക്കാനൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടൂടെ? For a second or two, Nomida is still perhaps recalling the washerman's face, waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. She says in a calm tone, "Go tell him I'm coming. I'm bringing the clothes." അപ്പോഴാണ് നൊമിതക്കും അങ്ങനെ ഒരു വാഷർമാൻ താഴെ കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളത് ഓർമ്മ വന്നത്. അവൾ റിനിയോട് പറഞ്ഞു, നീ ചെന്നിട്ട് അയാളോട് പറ ഞാനിപ്പോൾ വരാമെന്ന്, അവിടെ വെയിറ്റ് ചെയ്യാൻ പറ. നൊമിത സ്പീക്സ് ഹർ മൈൻഡ്, so no one attacks her outright. To her face, the only pinch her with sharp words. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweat-struck face and says, "Well, that's something at least. You finally decided to come down from upstairs, Baba. There is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old?" നൊമിത എല്ലായ്പ്പോഴും അവളുടെ മനസ്സിലുള്ളതാണ് സംസാരിക്കുക. മനസ്സിലെന്ത് തോന്നിയോ അത് പറയും. അതുകൊണ്ട് തന്നെ ആരും അവളുടെ മുഖത്ത് നോക്കി അവളോടൊരു ഫൈറ്റിന് വരാറില്ല. അവൾ ഒക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയാണല്ലോ. അപ്പോൾ അവിടെ സിസ്റ്റർ-ഇൻ-ലോ ഉണ്ട്. അവളുടെ സെക്കൻഡ് സിസ്റ്റർ-ഇൻ-ലോ അടുക്കളയിലുണ്ട്. ആൻഡ് ഷി വാസ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് വിത്ത് ദ മോർണിംഗ് വർക്ക്. രാവിലത്തെ ജോലിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നൊമിതയെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് അവർ പറഞ്ഞു, ഹാവു ഭാഗ്യം, അവസാനം നീ താഴേക്ക് ഇറങ്ങി വരാൻ തീരുമാനിച്ചല്ലോ. താങ്ക് ഗോഡ്. നിനക്ക് ഒരു നേരവും കാലമൊന്നും നോക്കാറില്ല അല്ലേ? എപ്പോഴാണ് തോന്നുന്നത് അപ്പോഴൊക്കെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് റൂമിൽ പോയി ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുകയാണ് നിൻ്റെ പണി അല്ലേ? നിങ്ങൾ തമ്മിലുള്ള ഈ കൊച്ചു വർത്തമാനം ഒരിക്കലും മടുക്കില്ല നിങ്ങൾക്ക്. അതൊരിക്കലും പഴയതാവില്ല. ഇപ്പോഴും നിങ്ങൾ പുതുമോടി മാറാത്ത പോലെയാണല്ലോ, ഓൾവേസ് ഇൻ യുവർ ബെഡ്റൂം. നൊമിത ലുക്സ് അറൗണ്ട് വൺസ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. Sees the hurly-burly of the morning, sees the forest of people on either side. Her voice must not tremble, so she too smiles a small smile and says in an extremely soft voice, "Oh, it's nothing like that. You should come and peek in sometime. Our talk is all angry talk, do you know?" ഇത് കേട്ടപ്പോൾ സിസ്റ്റർ-ഇൻ-ലോ പറയുന്നത് കേട്ടപ്പോൾ നൊമിതയ്ക്ക് ചിരിയോ എന്താ തോന്നിയത്? സിസ്റ്റർ-ഇൻ-ലോ പറഞ്ഞത് ഇത്രയും സമയം നിങ്ങൾ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ്. ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് ഇൻ ദ റൂം, അവിടെ ഒരു ലഹളയായിരുന്നു അല്ലേ? അവർ തമ്മിലുള്ള ദേഷ്യം പിടിച്ചുള്ള സംസാരമാണ് നടന്നത്. അപ്പോൾ നൊമിത ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ ഒന്നുമല്ല, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞങ്ങളെല്ലായ്പ്പോഴും ദേഷ്യപ്പെട്ടാണ് പരസ്പരം സംസാരിക്കുന്നത്. Major wife loves hoo and says, "Stop it, no wife. Don't cover up the forbidden fish with your pious spinach. We haven't been raised on donkey grass. Why do we need to peek in what you are showing us right in front of our eyes 24 hours a day?" ഇവിടെ മെജോ വൈഫ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ് എന്നാണ്.
രണ്ടാമത്തെ മൂത്ത സഹോദരൻ്റെ ഭാര്യ. നോ വൈഫ് എന്ന് വെച്ചാൽ ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, നാലാമത്തെ മൂത്ത സഹോദരൻ്റെ ഭാര്യ. You can see a saying, don't cover up the forbidden fish with your pious spinach. ഫോർബിഡൻ ഫിഷ് എന്ന് വെച്ചാൽ വിലക്കപ്പെട്ട ഫിഷ്. അതായത് ബംഗാളി അടുക്കളയിൽ ഫിഷൊക്കെ ഒരു വിലക്കപ്പെട്ട സംഭവമാണ്. ഇവിടെ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ വിലക്കപ്പെട്ട കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ആ കാര്യത്തിനെ നീ സ്പിനാഷ് കൊണ്ട്, ചീര കൊണ്ട്, വെജിറ്റബിൾ കൊണ്ട് മറക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ സ്പിനാഷ്, ചീര എന്നുള്ളത് അവിടെ ബംഗാളി അടുക്കളയിലേക്ക് സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. അത് വെച്ചിട്ട് നീ അവിടെ വിലക്കപ്പെട്ട ഫിഷിനെ കവർ ചെയ്യണ്ട എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ നേരവും കാലവും നോക്കാതെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ലവ് ടോക്ക്, കൊച്ചു വർത്താനം പറയാൻ, വെറുതെ ഇങ്ങനെ സ്നേഹ സംഭാഷണങ്ങൾ ഏർപ്പെടുക എന്നുള്ളത്. അപ്പോൾ അത് നീ ചെയ്തു, ഇനി അതിനെ നീ മറക്കാൻ നോക്കണ്ട, കള്ളം പറഞ്ഞ് മറക്കാൻ നോക്കണ്ട എന്നാണ് ഇവിടെ മെജോ വൈഫ് പറയുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങളെല്ലാവരും 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോമിത ലോവ്സ് എ ലോഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. ആഫ്റ്റർ ലോഫിങ് ദാറ്റ് ലോഫ് ഷി സസ്, ഗോ ഓൺ, യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. ഓക്കെ, നോമിത അത് കേട്ടിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ ഇരിക്കട്ടെ, വളരെ കുസൃതിയുള്ളൊരു കാര്യമാണ്, വളരെ നോട്ടി ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. The busy Boro wife runs up. Have you chopped the vegetables yet? Or are you just telling stories? And suddenly she stops and starts. What's that? What's this unlucky thing, no wife? How did you burn your ankle that way? പെട്ടെന്ന് മറ്റൊരു സിസ്റ്റർ ഇൻ ലോ വന്നു. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും വെജിറ്റബിൾസ് കട്ട് ചെയ്തില്ലേ, കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അത് പറയുന്നതിനിടക്കാണ് അവർ നൊമിതയുടെ ആ സാരിയുടെ ഭാഗം കത്തിയത് കണ്ടത്. വാട്ട് ഹാപ്പൻ ടു യുവർ ആങ്കിൾ? എന്താണ് നിൻ്റെ സാരിയുടെ ഈ പാർട്ടിന് പറ്റിയത്? നൊമിത ടു സ്റ്റാർട്സ്, ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്. The next instant she folds the ankle back quickly and says, laughing, oh, don't remind me. It's exactly what you keep warning me about. I didn't listen, and see what happened. I used my ankle to lift a hot pot of water off the stove, and that did it. അപ്പം നോമിതയ്ക്ക് പെട്ടെന്ന് എന്ത് കള്ളാ പറയേണ്ടതെന്ന് അറിയാതിരുന്നു. പക്ഷേ ഒറ്റ നിമിഷത്തിനപ്പുറം അവൾ പറഞ്ഞു, അത് നിങ്ങളെന്നെ ഓർമ്മപ്പെടുത്തല്ലേ, നിങ്ങളെല്ലാവരും എന്നോട് എല്ലായ്പ്പോഴും ചെയ്യരുത് എന്ന് പറയുന്നൊരു കാര്യമാണ്, അത് ഞാൻ ചെയ്തു. എന്താണ്? നല്ല ചൂടുള്ളൊരു പാത്രം സ്റ്റൗവിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സാരി കൊണ്ട് പിടിച്ചു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. Nomida pulls the basket of potatoes towards herself and sits down to peel potatoes. And in her mind, she keeps thinking about how she might be able secretly to send her mother a few rupees. She can't really write to her, I can't do any more, don't hope for anything from me. നൊമിത ഒന്നും സംഭവിക്കാത്ത പോലെ പൊട്ടറ്റോസ് എടുത്തിട്ട് അരിയാൻ തുടങ്ങി. ആ സമയത്ത് അവളുടെ മനസ്സിൽ ആലോചിച്ചിരുന്നത് എങ്ങനെ ആരും അറിയാതെ സീക്രട്ടായിട്ട് അമ്മയ്ക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കാന്നുള്ളതാണ്. നേരത്തെ അവൾ പറഞ്ഞു അല്ലേ, തീർച്ചയായിട്ടും ഞാൻ അമ്മയ്ക്ക് എഴുതും, ഐ കാൺ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. എനിക്കിനി പറ്റൂല, പൈസ ഞാൻ അയച്ചു തരില്ല, നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്നൊക്കെ ഞാൻ അമ്മയ്ക്ക് എഴുതും എന്നൊക്കെ അവൾ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് അതിന് പറ്റുന്നില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. Over there, the entire village knows Nomida is a queen. Nomida's husband is high-minded, large-hearted. എന്താ കാരണം? അവളുടെ നാട്ടിൽ അവിടെയുള്ള എല്ലാ ഗ്രാമം മുഴുവനും അറിയപ്പെടുന്നത് നോമിത ഒരു രാജ്ഞിയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്നാണ്. അവളുടെ ഹസ്ബൻഡ് ഒരു വിശാല ഹൃദയനാണ് എന്നാണ് അവളുടെ നാട്ടുകാരൊക്കെ വിചാരിച്ചിട്ടുള്ളത്. This is precisely why I compare women to matchboxes. Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. They don't burn away their own colorful shells. അപ്പോൾ നമ്മുടെ റൈറ്റർ അവസാനം സമ്മപ്പ് ചെയ്യുന്നത് എന്താണ്? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ എല്ലായ്പ്പോഴും മാച്ച് ബോക്സ് പോലെയാണെന്ന്. അവരുടെ ഉള്ളിൽ കണ്ടൻറ് ഉണ്ടാവും, മെറ്റീരിയൽ ഉണ്ടാവും, പക്ഷേ ഒരിക്കൽ പോലും അവരതെല്ലാം ഒരുമിച്ച് വെച്ച് ഒന്ന് കത്തില്ല, സ്വയം ഒന്ന് കത്തില്ല.
അവരുടെ ഹസ്ബൻഡിനെ എല്ലായ്പ്പോഴും അയാളുടെ നെഗറ്റീവ്സൊക്കെ ഹൈഡ് ചെയ്ത് അയാളെ പോസിറ്റീവ്സ് മാത്രം കാണിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും അവർ ഒറ്റയ്ക്ക് അനുഭവിക്കും. ലൈക്ക് അവർ ക്യാരക്ടർ നോമിത. They won't burn them. The men know this too. അവർ സ്വയം കത്തുകയുമില്ല, മറ്റുള്ളവരെ കത്തിക്കുകയുമില്ല. ഇത് പുരുഷന്മാർക്ക് വളരെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. That is why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുരുഷന്മാർ സ്ത്രീകളെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ വളരെ കെയർലെസ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. കാരണം മാച്ച് ബോക്സ് പോലെ തന്നെ ഉള്ളിൽ ഒരുപാട് ഗൺ പൗഡർ ഉണ്ടെങ്കിലും എവിടെ വെച്ചാലും അത് അവിടെ ശാന്തമായിട്ടിരുന്നോളും. സ്ത്രീ ആയിക്കോട്ടെ, മാച്ച് ബോക്സ് ആയിക്കോട്ടെ. ഇത് വളരെ നന്നായിട്ട് അറിയുന്ന പുരുഷന്മാർ അവരെ എല്ലായിടത്തും ഉപേക്ഷിക്കാൻ റെഡി ആവുകയും ചെയ്യും. ക്വയറ്റ് വിതൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദ പോക്കറ്റ്സ്. യാതൊരു പേടിയില്ലാതെ അവരുടെ പോക്കറ്റിൽ ഇതിനെ നിക്ഷേപിക്കുകയും ചെയ്യും. ലൈക്ക് മാച്ച് ബോക്സസ്. തീപ്പെട്ടി അവരെങ്ങനെയാണോ അവരുടെ പോക്കറ്റിൽ വെക്കുന്നത് അതേപോലെ തന്നെ ഈ സ്ത്രീകളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. കാരണം അവർക്കറിയാം ഭാര്യമാർ ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല എന്ന്. ഇതാണ് നമ്മുടെ സ്റ്റോറി. ത്രൂ ദ ലൈഫ് ഓഫ് അജിത് ആൻഡ് നോമിത, ആശാ പൂർണ ദേവി is depicting the unhealthy man-woman relationship that is prevalent in most Indian families. മിക്കവാറും നമ്മുടെ ചുറ്റുപാടിൽ നോക്കിയാൽ അധിക സ്ത്രീ പുരുഷ ബന്ധങ്ങളും ദാമ്പത്യ ജീവിതങ്ങളും ഇങ്ങനെ തന്നെയാണ് അല്ലേ. പബ്ലിക്കിൻ്റെ മുന്നിൽ അവളുടെ ജീവിതം തുറന്നു കാണിക്കാൻ ഒരു സ്ത്രീയും ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അവൾ ഷട്ടപ്പായിട്ടിരിക്കും, മിണ്ടാതിരിക്കും. ഷീ വിൽ ഡെഫിനറ്റ്ലി കീപ് മൗം. സൈലൻ്റ് ആയിട്ടിരിക്കും പബ്ലിക്കിൻ്റെ മുമ്പിൽ. അത് പുരുഷനും അറിയാം. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും പുരുഷന്മാർ അവളെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നതും അവിടെയും ഇവിടെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതും. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ഓൾ. This is the end of our story. See you in the next class. Thank you.